നിങ്ങളുടെ പ്രോഗ്രസ് ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ട്രാക്ക് ചെയ്യാത്തതാണ്. ട്രാക്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യണം. ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്കിന്നി ആണെങ്കിൽ നിങ്ങൾ ബൾക്ക് ചെയ്യണം. ബൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങൾ ബൾക്ക് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് കണ്ണാടി നോക്കി പമ്പ് ആ നേരത്ത് ഞാൻ സൈസ് വെക്കുന്നുണ്ടെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കത് ഈ പ്രോഗ്രസ് നോട്ടീസ് ചെയ്യണം. നിങ്ങൾ കലോറിക് സർപ്ലസ് കഴിച്ച് നിങ്ങളുടെ വെയിറ്റ് സ്കെയില് മെഷർ ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ പ്രോഗ്രസ് ഇപ്പം നിങ്ങൾ 50 kg തുടങ്ങിയെങ്കിൽ അത് കൂടുന്ന നിങ്ങൾ ട്രാക്ക് ചെയ്യണം. ഇപ്പം നിങ്ങൾ 50 kg തുടങ്ങി ഒരു ദിവസം ഡയറ്റ് എടുത്ത് 2-3 ദിവസം ഡയറ്റ് എടുത്ത് ഒരു 52 വരെ പോയിട്ട് പിന്നെ അങ്ങ് ഇത് കണക്ക് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, പ്രോഗ്രസ് ഉണ്ടായിക്കോളും എന്നും പറഞ്ഞ് പിന്നെ സ്ലാക്ക് ഓഫ് ചെയ്യാൻ നേരത്ത് തിരിച്ച് 50-ലോട്ട് പോകുക. അത് കണക്ക് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എൻ്റെ വെയിറ്റ് ഏകദേശം എല്ലാ ദിവസവും മെഷർ ചെയ്ത് നോക്കും. പിന്നെ ഒരു പ്ലാറ്റോ അടിക്കും. എന്താണെങ്കിലും ചെറിയൊരു കലോറിക് സർപ്ലസ് ആണെങ്കിൽ ഒരു വെയിറ്റ് എത്താൻ നേരത്ത് പ്ലാറ്റോ അടിക്കും. പ്ലാറ്റോ അടിക്കാൻ നേരത്ത് നിങ്ങൾ ഒന്നുകൂടെ ചെറുതായിട്ട് കലോറീസ് കൂട്ടണം നിങ്ങൾ. അപ്പോഴേ നിങ്ങൾക്ക് അതും പുഷ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം എൻ്റെ കറണ്ട് വെയിറ്റ് 58 kg, ഞാൻ 50ലാണ് തുടങ്ങിയത്. പിന്നെ ഞാൻ മെയിനായിട്ട് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ജേണലാണ്. ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു ഡയറിയിൽ എല്ലാ ദിവസവും നൈറ്റ് ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഇത് എഴുതി വെക്കും. ബോഡി വെയിറ്റ് ട്രാക്ക് ചെയ്യും, സബ്സ്ക്രൈബേഴ്സ് ട്രാക്ക് ചെയ്യും. അത് വെറുതെ കാര്യമൊന്നുമില്ല, വ്യൂസ് പോലും ഇപ്പോൾ കയറുന്നില്ല, ഡെഡായി. ഇതിന് റിക്കവറായി വരേണ്ടി വരും. റിക്കവർ ആകാനായിട്ട് നേരത്തെ വ്യൂസ് ഇല്ലായിരുന്നു. സോ അതോടെ നിങ്ങളും പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക. പറ്റുന്നത്രയും ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടും. സോ നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസിൻ്റെ പീരീഡ് വളരെ ചെറുതാക്കാൻ പറ്റും നിങ്ങൾ എല്ലാ ദിവസവും ട്രാക്ക് ചെയ്യുന്നതാണെങ്കിൽ. ഒരു ഒട്ടിസ്റ്റിക് ലെവലിൽ ട്രാക്ക് ചെയ്യുവാണെങ്കിൽ അത്ര നല്ലത്. നിങ്ങൾ പോയിന്റ് ഗ്രാം വരെ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് എന്തുമാത്രം പ്രോഗ്രസ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളുടെ കാലോറീസിൽ എന്തുമാത്രം മാറ്റം വരുന്നുണ്ടെന്നെല്ലാം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് നിങ്ങളുടെ പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ടെന്ന് ജസ്റ്റ് വിശ്വസിച്ചാൽ പോലെ നിങ്ങളിത് എവിടെയെങ്കിലും ട്രാക്ക് ചെയ്ത് വെക്കണം. അത്രേ ഉള്ളൂ.